PSC ടു സക്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ഉത്തരം ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ 2015 കാലഘട്ടമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ജസ്റ്റിസ് V രാമസുബ്രഹ്മണ്യൻ. ഇനി മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കാം. 1993 ഒക്ടോബർ 12 നിലവിൽ വന്നത്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമപരമായ സ്ഥാപനമാണ്. 2019 ഭേദഗതി പ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗസംഖ്യ 6 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയൊക്കെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങൾ പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഉത്തരം ഇടുക്കി. 780 മെഗാവാട്ടാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 പണി കഴിപ്പിച്ചത്. ഇത് മുതിരംപുഴ നദിയിലാണ് ഈ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ 3 കബനി, ഭവാനി, പമ്പാർ. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് കബനിയാണ്. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് കബനിയിലാണ്. കേരളത്തിലെ ആകെ നദികൾ 44. കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ 41. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ 244 കിലോമീറ്റർ. ഉത്ഭവിക്കുന്നത് ശിവഗിരി മല ഇടുക്കിയിൽ നിന്നാണ്. കേരളത്തിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നത് പെരിയാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന നദിയും പെരിയാറാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ് ഭാരതപ്പുഴ, 209 കിലോമീറ്റർ ആണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികൾ ഉള്ള നദി ഭാരതപ്പുഴയാണ്. ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദിയാണ് നെയ്യാർ. ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ നെയ്യാറിൻ്റെ തീരത്താണ്. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് നെയ്യാറിൻ്റെ തീരത്താണ്. 1888. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്നത് 1983 പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചുലനൂർ, പാലക്കാടാണ്. കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം സ്ഥിതി ചെയ്യുന്നതും ചുലനൂരിലാണ്. KK നീലകണ്ഠൻ്റെ പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് ചുലനൂർ. ചമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചീനാർ, അത് ഇടുക്കിയിലാണ്. ചീനാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പമ്പാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളാവനം, അത് എറണാകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപൂർവ ഇനം കടവാവലുകളൊക്കെ കാണപ്പെടുന്നത് ഈ മംഗളാവനത്തിലാണ്.